കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ ഒരാണ്ട്. ദുരന്തത്തിൽ പരിക്ക് പറ്റിയവരുടെ തുടർ ചികിത്സ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ദുരിതബാധിതരാണെന്ന തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തതാണ് കാരണം. സർക്കാർ ആശുപത്രികളിലെ ടെസ്റ്റുകൾക്ക് പോലും ഇവർക്ക് പണം നൽകേണ്ടി വരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരുന്നവരുടെ പണം സർക്കാർ വഹിക്കുമെന്ന വാഗ്ദാനവും ഇതുവരെ നടപ്പായില്ല. ദുരിതബാധിതരുടെ തുടർ ചികിത്സയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. ഓരോരാളിനും കൃത്യമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദുരന്തബാധിതരായിട്ടുള്ള ഒരാൾ കൽപ്പറ്റയിൽ താമസിക്കുകയാണെങ്കിൽ GH കൽപ്പറ്റയിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും സൗജന്യമാണ്. ഇത് ചൂരൽമല സ്വദേശി മുനീർ. കുത്തിയൊലിച്ചിറങ്ങിയ മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങി മുനീറിന് ഗുരുതരമായി പരിക്കേറ്റു. വാരിയെല്ല് പൊട്ടി, തോളലിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു. 40 ദിവസം മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടർന്നു. പരിക്കേറ്റവർക്ക് സർക്കാർ ആദ്യം നൽകിയ ധനസഹായം മാത്രം ലഭിച്ചു. കയ്യിൽ പണമില്ലാതായതോടെ ചികിത്സ സർക്കാർ ആശുപത്രികളിലേക്ക് മാറ്റി. പിന്നെ ഗവൺമെന്റിന്റെ നമുക്ക് സഹായം എന്നിട്ട് കിട്ടിയില്ല. ഫസ്റ്റ് പരിക്കുറ്റിയവർക്ക് കൊടുക്കുന്ന ഒരു ചെറിയൊരു സഹായം കിട്ടി, അല്ലാതെ ഗവൺമെന്റിനായിട്ട് ചികിത്സ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഈ കാണുന്ന ബില്ലുകൾ മേപ്പാടിയിലെയും കൽപ്പറ്റയിലെയും സർക്കാർ ആശുപത്രികളിൽ മുനീർ തുടർ ചികിത്സക്കിടെ അടച്ചതാണ്. ഫുള്ളായിട്ട് ഇട്ടുകൊണ്ട് എവിടെയൊക്കെ വേദന എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഒരു കൊല്ലത്തിനിടെ ഒരു 10-15 ECG എടുത്തിട്ടുണ്ടാവും. പിന്നെ TMT അങ്ങനത്തെ ഭയങ്കര ടെസ്റ്റുകളൊക്കെ നടത്തി കൈനാട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അവിടെ തന്നെ ടെസ്റ്റിന് മാത്രം 1500 രൂപയുടെ മുകളിലായി. ദുരന്ത മേഖലയിൽ നിന്ന് പരിക്കേറ്റവരിൽ തുടർ ചികിത്സ അനിവാര്യമായവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ പ്രത്യേക കാർഡ് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതും ഇഴഞ്ഞു നീങ്ങുകയാണ്. ദുരന്തം കഴിഞ്ഞ് 1 വർഷമാകുമ്പോൾ മുണ്ടക്കൈക്കാരുടെ മനസ്സിലെ മുറിവുണങ്ങിയിട്ടില്ല. ശരീരത്തിലേറ്റ പാടുകളെങ്കിലും മായ്ക്കാനെത്തുമ്പോഴാണ് അധികൃതരുടെ ഈ അനാസ്ഥ. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.